ഉരുൾപൊട്ടലിൽ തകർന്നതാണ് ചൂരൽമലയിലെ 2 റേഷൻ കടകൾ. തൊട്ടടുത്തായി ഇപ്പോൾ വീണ്ടും കട തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്ഥിരമായി റേഷൻ വാങ്ങാൻ എത്തിയിരുന്ന മനുഷ്യരാണ് ഇല്ലാതായത് എന്ന് കടയുടമ സലാം പറയുന്നു. ഉരുൾപൊട്ടലിൽ ഒളിച്ചു വന്ന സ്ഥലത്ത് ചൂരൽമല അങ്ങാടിയിലായിരുന്നു ഈ 2 റേഷൻ കടകൾ 44 46 രണ്ടും പൂർണ്ണമായും അത് നാമാവശേഷമായി. അതിപ്പോൾ ഇവിടെ പുനർനിർമ്മിച്ച് അല്ലെങ്കിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് 2 കടകളിലായി പുനരാരംഭിച്ചിരിക്കുന്നത്. അതായത് ചുരൽമല അതിജീവനത്തിൻ്റെ പാതയിൽ കൂടിയാണ്. അത് കട പൂർണ്ണമായി തകർന്നു പോയതാണോ, എന്താണ്? അതിൽ പിന്നെ 2 ഒരു കട പരിപൂർണമായിട്ട് തകർന്നിട്ടുണ്ട്. മറ്റേ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ ബ്രേക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചളിയും വെള്ളവും ഒക്കെ കൂടി കയറിയിട്ട് അവിടെ ഒരു 100-150 കിൻഡിൽ റേഷൻ സാധനം ഉണ്ടായിരുന്നു. അത് മുഴുവൻ കേട് വന്നു പോയി. പിന്നെ അതിലുണ്ടായിരുന്ന ഫർണിച്ചർ, ത്രാസ്, മറ്റുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, നമ്മുടെ പോസ് മെഷീന്, അതോടൊപ്പം നമുക്ക് കറണ്ട് പോയാൽ നമുക്ക് ചെയ്യാനുള്ള ഇൻവെർട്ടറുകൾ, കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ മൊത്തത്തിൽ നശിച്ചു പോയി. ചുരൽമലയിലുള്ള ആളുകളായിരുന്നു നിങ്ങൾ കാർഡ് ഹോൾഡേഴ്സ് ആയിട്ട്? പിന്നെ ഇത് പണ്ട് ഈ എസ്റ്റേറ്റ് മാത്രമായിട്ട് ആശ്രയിച്ച് ജനങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് പുത്തുമല, അട്ടമല, മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ട് 3 ഡിവിഷനാണ്. ആ 3 ഡിവിഷനിൽ 3 കടയാണ്. അത് പിന്നീട് അവിടെ ഒന്നും വെച്ച് ആരും നടത്താനില്ലാത്തൊരു കാലത്ത് ഇത് ചൂരമല ടൗണിലേക്ക് വന്നു. പിന്നീട് 3 ഉള്ളത് 2ആയി. ആ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈ കാർഡുകാർ കംപ്ലീറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് ARD 44 അങ്ങനെ അവരും കൂടി ചേർത്തിട്ട് ഇവിടെ 1000ഓളം കാർഡ് ഉണ്ടായിരുന്നു. പുത്തുമല ദുരന്തത്തിൽ 150 കാർഡോളം ഇവിടുന്ന് പോയി പുനരധിവാസം ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള 850 കാർഡുകൾ ഇവിടുന്ന് സാധനം മേടിക്കുന്നത്. അതേമാതിരി തന്നെ ഒരു 750 കാർഡ് ഈ കടയിൽ നിന്നും മേടിക്കുന്നുണ്ട്. ഈ ആളുകളാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടുള്ളത്. അതിലേറ്റവും ബഹുഭൂരിപക്ഷം നഷ്ടം വന്നിട്ടുള്ളത്, കാർഡുകൾ പോയിട്ടുള്ളത്, കുടുംബം പോയിട്ടുള്ളത് ARD 44. ആളുകളൊക്കെ സാധനം വാങ്ങാൻ വന്നു തുടങ്ങി. എന്താണ് നിങ്ങളുടെ കടയുടെ? ഇപ്പം നമ്മൾ 5-ാം തീയതി മുതൽ ഈ മാസത്തെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ആരും വന്നിട്ടില്ല. ഒരാളിന്നിപ്പോൾ അവിടുന്ന് റേഷൻ മേടിച്ച് പോകുന്നുണ്ട്. ക്യാമ്പുകളിലായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉരുൾപൊട്ടൽ അപകടത്തിൽപ്പെട്ടവരും ഉണ്ട്. ബഹുഭൂരിഭാഗം ആളുകൾ ബാലൻസ് ഉള്ളവർ ക്യാമ്പുകളിലാണ്. പലർക്കും കാർഡുകളൊക്കെ മിസ്സായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? കാർഡില്ലാതെ വരുന്നവരിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു ആധാർ നമ്പർ നമുക്ക് കിട്ടിയാൽ ആ ആധാർ നമ്പർ പോസ്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റേഷൻ കാർഡ് ഡീറ്റെയിൽ നമുക്ക് കിട്ടും. ആ ഡീറ്റെയിൽ വെച്ചിട്ട് അവർക്ക് അവരെ റേഷൻ കൊടുക്കാൻ സാധിക്കും. കട നടത്തുന്നത് സലാം ഒക്കെയാണ്. അദ്ദേഹമാണ് നമ്മോട് സംസാരിച്ചത്. അതിജീവനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഒരു കാൽവെപ്പായി നമുക്ക് ഇതിനെയും കാണാൻ കഴിയും. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.